നമ്മുടെ ഫാമിലി ഫുള്ള് മൊത്തത്തിൽ അത് എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകുന്ന ഒരു ഫുഡിങ് വീഡിയോ ആണ് ഇന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം എടുത്ത വീഡിയോയിൽ കുറച്ചധികമായി ഞാൻ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്യാതെ ഇട്ടേക്കായിരുന്നു. ഇപ്പോഴും കണ്ണിപ്പെട്ടത് പെട്ടെന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഇതും കൂടി എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും കൂടി ഉള്ളപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും അപ്പച്ചിയും മാമനും എല്ലാവരും ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി എന്നാൽ ഏതൊരു നല്ല സ്ഥലത്ത് പോയിരുന്ന എല്ലാവർക്കും കൂടി ചില്ല് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് ഏതെങ്കിലും ഒരു കള്ള് ഷാപ്പിൽ പോയി നല്ല അടിപൊളി കപ്പയും മീൻകറിയും കഴിക്കണമെന്നുള്ള. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വെച്ച് 2 കാറിലും ഒരു ബുള്ളറ്റിലും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി നേരെ വെള്ളിയാഴ്ചക്കാവിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് കയറിയ ഉടനെ കുറച്ച് റൂം കണക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മളതിൽ ഫസ്റ്റ് റൂമിൽ തന്നെ 12 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇതൊരു സ്പേസിലാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ചെന്നിട്ട് ഇരുന്നത്. എന്നിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അപ്പോഴാണ് അച്ഛനും മാമനും കൂടി പറഞ്ഞത് എന്തായാലും കള്ള് ഷാപ്പിൽ വന്നിട്ട് കള്ള് കുടിക്കാതെ പോകുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് കള്ള് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മധുരക്കള്ളാണ് കേട്ടോ, മറ്റേ എന്തോ കലക്ക് അതല്ല, ഇത് മധുരക്കള്ളാണ്. അപ്പം നമ്മളെല്ലാവരും കൂടിയൊക്കെ കള്ളൊക്കെ കുടിച്ചിന്ന് ചില്ല് ചെയ്തേ വീട്ടിൽ പോകുന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത്. അങ്ങനെ ഇതാ പറഞ്ഞ ഓരോ ഡിഷസായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിയൊരു മുതുക്ക് ലിസ്റ്റായിരുന്നു കേട്ടോ കൊടുത്തത്. അപ്പോൾ പതുക്കെ സാധനങ്ങളെല്ലാം വന്നെത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തായാലും കപ്പയും ബീഫും നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നമുക്ക് അതാണ് കേട്ടോ വന്നത്. അപ്പം ഓരോന്നായിട്ട് പതുക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. നമ്മളൊരു നീണ്ട ലിസ്റ്റ് നമ്മളങ്ങ് കൊടുത്തായിരുന്നു. അത് ഉച്ച സമയത്തായതുകൊണ്ട് ഒരു 12-1 മണി ടൈമിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പം അതായത് അപ്പം വലുതായിട്ട് ആളില്ലെങ്കിൽ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലക്കറി അത് ഒരെണ്ണം ഓർഡർ ചെയ്തതായിരുന്നു, പിന്നെ ആയപ്പോൾ അത് 2 ആയി. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഇല്ല, ആവറേജ് എന്നേ എനിക്ക് പറയത്തുള്ളൂ. പക്ഷേ ഇതിന് മുന്നേ നമ്മളിവിടെ കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴും നല്ല അടിപൊളി കറികളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഇപ്രാവശ്യവും അവിടെ പോയത്. പക്ഷേ ഇപ്രാവശ്യം ആവറേജ് എന്ന് എനിക്ക് പറയാം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് ബെറ്ററാണ് എന്ന് പറയത്തില്ല. ഇതിൻ്റെ ഇടയിൽ വെച്ച് നമ്മളൊരു വലിയ മുതുക്ക് മീനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് കഴിയാറായ സമയത്താണ് വന്നത്. പിന്നെ ഇതൊരു ചെറിയ കാടക്കോഴിയായിരുന്നു കേട്ടോ. ഒരെണ്ണേ ഉള്ളെന്ന് പറഞ്ഞു. ആ ഒരെണ്ണം നമ്മൾ തന്നെ ഓർഡർ ചെയ്തു. ഇത് ആര് കഴിക്കും എന്നുള്ളതിലാണ്. ലാസ്റ്റ് ആയപ്പോൾ അനിയനോ ഓർ അനിയത്തിയോ ഇവർ രണ്ടിൽ ആരോ ഒരാളാണ് കേട്ടോ കഴിച്ച്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ കാടക്കോഴി ഓർഡർ ചെയ്തപ്പം ഇത്ര ചെറുതായിരിക്കും എന്ന് പെട്ടെന്ന് ചിന്തിച്ചില്ല കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പിന്നെയാണ് നമുക്ക് ഈ ഒരു അബദ്ധം പറ്റിയത്. പിന്നെ നമ്മൾ എല്ലാം കഴിച്ച് കഴിഞ്ഞ് പാത്രവും കാലിയാക്കിയപ്പോഴത്തേക്ക് ഒരു മനസ്സുക അങ്ങനെ ഒരു 10,000-3000 രൂപയ്ക്കോ അതെ അന്ന് 5000 രൂപയായിരുന്നു അതോ ബില്ല്. എനിക്കത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും നമ്മളെല്ലാവരും കൂടി പോയിരുന്നു ചില്ല് ചെയ്ത് കഴിച്ചൊരു ഐസ്ക്രീമും കുടിച്ച് നമ്മൾ പിരിഞ്ഞു. ഒരു 10,000 രൂപ ആയാലും കുഴപ്പമില്ല, നമ്മൾ ഫാമിലി ഫുള്ളായിട്ടിരുന്ന ഒരു നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.